മീഡിയ ഡെയിലിയിലേക്ക് സ്വാഗതം. ചില ആൾക്കാർ അങ്ങനെയാണ്, കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് ഇദ്ദേഹം പഠിക്കുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു അടി കിട്ടിയപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടായത്. കാരണം അവർ നടപ്പാക്കിയ പല നയങ്ങളും ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക ഭാരമാണെന്നുള്ള തിരിച്ചറിവ് ലോക്സഭയിൽ ഇലക്ഷനിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി. പുതുതായി നടപ്പാക്കിയ എല്ലാ നിയമങ്ങളും ജനങ്ങളുടെ പേരിൽ അമിതഭാരം അടിച്ചേൽപ്പിച്ചതിൻ്റെ പ്രത്യാഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് അവർ തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികമായി ഏർപ്പെടുത്തിയ കെട്ടിട നികുതിയുടെ 60% കുറയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് പറഞ്ഞത്, ചില ആളുകൾക്ക് കിട്ടേണ്ട സ്ഥലത്ത് അടി കിട്ടുമ്പോൾ മാത്രമേ കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ എന്ന്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അതിൽ പിടിച്ചു തൂങ്ങാമായിരുന്നു. പക്ഷേ അതുപോലും കിട്ടിയില്ല. കേരളം മുഴുവൻ മണ്ഡലം തോറും എല്ലാ മന്ത്രിമാരെയും ഒരുമിച്ച് ബസ്സിൽ കയറ്റി യാത്ര ചെയ്തിട്ടും ജനങ്ങൾ തിരിഞ്ഞു കുത്തിപ്പോയി. തോൽവിയുടെ കാര്യം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ജനങ്ങളുടെ മേലിൽ അമിതമായ ഭാരം ഏൽപ്പിച്ചതിൻ്റെ തിരിച്ചടിയാണ് എന്ന്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കെട്ടിട നികുതി 60% കിഴിവ് നൽകാനും തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സമാധാനം നമുക്ക് തോന്നാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വൻ വർധനവ് നടത്തിയ കെട്ടിട നികുതിയിൽ നിന്നാണ് 60% അവർ പിൻവലിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 40% ഇപ്പോഴും അധിക നികുതിയായി തന്നെ ചുമത്തിയിരിക്കുന്നു. 10 ലക്ഷത്തിൽ കൂടുതൽ മുതൽ മുടക്കി പണിയുന്ന കെട്ടിടങ്ങൾക്കാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ബാധകമാകുന്നത്. അതുകൊണ്ടും തീർന്നില്ലട്ടാ. 1995 നിയമമെന്ന് പറഞ്ഞുകൊണ്ട് പഴയ ഒരു നിയമം പൊടി തട്ടി എടുത്തിട്ടുമുണ്ട്. അത് മറ്റൊന്നുമല്ല, 1995 ശേഷം പണിതിട്ടുള്ള എല്ലാ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നിർമ്മാണ ചെലവിൻ്റെ 1% സെസ്സായി നൽകണമെന്നാണ് ഈ നേരത്തെയുള്ള നിയമം. ആ നിയമം പൊടി തട്ടിയെടുത്തിട്ട് പൂർവാധികം ശക്തിയോടെ നടപ്പാക്കി വരികയാണ്. പുതിയ നിയമപ്രകാരം അധികമായി നൽകിയിട്ടുള്ള നികുതി, കെട്ടിട നികുതികൾ തിരിച്ചു നൽകുമോ എന്ന് വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അതവർ തിരിച്ചു നൽകട്ടെ എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. ഈ സംഖ്യ പിരിച്ചെടുത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അത് അവർ തന്നെ തിരിച്ചു നൽകട്ടെ എന്നാണ് പറഞ്ഞത്. ഈ വിഷയത്തെ ചൊല്ലി ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിൽ വലിയ തർക്കത്തിന് തന്നെ സാധ്യതകൾ ഉള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി പൊതുജനങ്ങൾ പാലിക്കാനുള്ളതാവണമെങ്കിൽ അത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ പലവട്ടം ചർച്ച ചെയ്യുകയും ദീർഘവീക്ഷണത്തോടുള്ളത് ആവുകയും തന്നെ വേണം. അതല്ലാത്ത പക്ഷം വലിയ അഴിമതികൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നടപ്പാക്കുന്നതിന് മുമ്പ് വേണ്ട മേഖലകളിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തി അത് പൊതുജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതാണോ എന്നും കൂടി ഉറപ്പുവരുത്തേണ്ടത് ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ചുമതലയാണ്. അതല്ലെങ്കിൽ വലിയ അഴിമതി ഈ മേഖലകളിൽ നടക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു സർക്കാർ ചെയ്യുന്നത്. കെട്ടിട നികുതി മാത്രമല്ല, അധികരിപ്പിച്ചിട്ടുള്ള വെള്ളക്കരം, ഭൂനികുതി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്നീ മേഖലകളിലെല്ലാം പുതുതായി അധികരിപ്പിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും പുനർപരിശോധിക്കുകയും അതിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും പൊതുജനങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലേക്കുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ജനങ്ങൾ ഇനി വലിയ ഒരു തിരിച്ചടി തന്നെ നൽകും. ആ ഒരു ബോധം കൂടി ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ്.